പയ്യ നമ്മുടെ കൃഷി ഓഫീസിലെ നരേന്ദ്രന്റെ വീട് ഏതാ? ചോദിച്ചത് കേട്ടില്ലേടേ? നരേന്ദ്രന്റെ വീട് കൃഷി ഓഫീസിലെ. ഇതെന്തോ? ഇതാ, ഇത് വാഴക്കന്ന്, നാടൻ കദളിയാ, എന്റെ സ്വന്തം പറമ്പിലെയാ. കഴിക്കാനുള്ളത് കാശ് കൊടുത്ത് വാങ്ങേണ്ട ഗതികേട് ഈ ഗോപിനാഥനില്ല. എന്താ മനസ്സിലായ? മനസ്സിലായി. ആ, നരേന്ദ്ര സാറിന്റെ വീട് ഇതാ. അതാ. നിന്റെ പേരെന്തോടെ? റാം സിംഗ്. ആ, ആ, നീ ആള് കൊള്ളാമല്ലോടെ. കേറിക്കോട്. ആ, ശരി. മോളെ, മരുമോളെ, ലീലാവതിയേ, ലീലാവതി, മോളെ ലീലാവതി, ലീലാവതി, ഇവിടെ ആരുമില്ലേ? ലീലാവതിയേ, മോളെ ലീലാവതി, ലീലാവതിയേ, നരേന്ദ്ര. ആ ആ, എന്തോന്ന് മിഴിമിഴാന്ന് മിഴിച്ചു നോക്കണത്? പിടി കിട്ടിയില്ലേടേ? ഗോപിയമ്മാവൻ, എന്താ ഒരു മുന്നറിയിപ്പില്ല? ആ, മമ്മട്ടി എടുക്ക് മക്കളെ. മമ്മട്ടിയോ? ആ, നാടൻ കദളിയാ, വേര് വാടും മുമ്പ് കുഴിച്ചു വെക്കണം. അമ്മാവ ഇതൊക്കെ ഞങ്ങൾ കുഴിച്ചു വെച്ചോളാം. വേണ്ട വേണ്ട, അതൊന്നും പറ്റൂല. വാഴയ്ക്കെടുക്കണ കുഴിയുടെ നീളം വീതി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവോ? അല്ല, അതുകൊണ്ടാ പറഞ്ഞത്. ഏതായാലും അമ്മാവൻ ഇരുന്നൊന്ന് വിശ്രമിക്കണം. എന്നിട്ട് മതി അധ്വാനം. അധ്വാനമാ വരുമ്പോൾ എന്റെ വിശ്രമം. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ആദ്യമായിട്ട് ലീലാവതിയുടെ അമ്മാവൻ ഇവിടെ വരുമ്പോ മമ്മട്ടി എടുത്ത് കുഴി വെട്ടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അമ്മ പറഞ്ഞ കുഴി വെട്ടാം, പറഞ്ഞ. ഈശ്വര, ഇനി ഈ വീട്ടിൽ എന്തൊക്കെയാണാവോ നടക്കുക? ഇത് എന്റെ കുറവുകൂടെ. നരേന്ദ്ര, ഓ, നോക്കിക്കോച്ചി, ആ കാരണം ഒരു കാരണം അവിടുത്തെ പകുതി ഗ്ലാമറും പോവും. പകുതിയോ? ഫുൾ ഗ്ലാമറും പോവും, ഫുൾ ഗ്ലാമറും. വാഴത്തൈ ഉണ്ടല്ലോ, വാഴത്തൈ, അതും പിടിച്ചോണ്ട് ആ വഴി ചോദിച്ചു എന്റെ പപ്പ. എനിക്ക് തൃപ്തിയായി മക്കളെ, എനിക്ക് തൃപ്തിയായി. ആ ദൃശ്യം കാണാനുള്ള മഹാഭാഗ്യം എനിക്ക് ഉണ്ടായില്ലല്ലോ ഭഗവാനെ. ചേച്ചി നാടൻ വിഭവങ്ങളോടാണ് പ്രിയം. ചക്കപ്പുഴുക്ക്, കാച്ചില്, എരിച്ചേരി, ചിക്കനും മട്ടനും ഓംലെറ്റ് കഴിക്കാൻ അറിയില്ല. മതിയായി മക്കളെ, ഒന്നും കഴിക്കാതെ തന്നെ എന്റെ വയറ് നിറഞ്ഞു. ഇനി നമ്മൾ ഗേറ്റിന്റെ അടുത്ത് തന്നെ നിൽക്കണം, നാടത്തരം കണ്ട് ആസ്വദിക്കണം. അയ്യോ, എന്റെ വിശ്വേട്ടൻ ചേനയും കാച്ചിരിയും ഒക്കെ തിന്നുവെന്ന് പറഞ്ഞു നടന്നപ്പോ ആ ലീലാവതി കുറെ ചിരിച്ചു കാണും. ഇനിയിപ്പൊ നമുക്കും ചിരിക്കണം. ശാരദ, എനിക്ക് ഭയങ്കര സംശയം, വലിയ സംശയം. എന്താ ഏട്ടാ? അല്ല, നാട്ടുംപുറവും സിറ്റിയും കൂടെ മാച്ച് ആവാത്ത എന്താണ്? സിറ്റിയിലുള്ളവർക്ക് നാടൻ രീതികൾ പിടിക്കാത്തത് എന്താണ്? അത് ഷെയിമായോണ്ട് സൂനേട്ടാ. എന്തായതുകൊണ്ട്? ഷെയിമായതുകൊണ്ട്. അല്ല, അതെങ്ങനെ ഷെയിമാകും? ആ മനഃശാസ്ത്രമാണ് എനിക്ക് പിടികിട്ടാറുള്ളത്. കാശുകാരായവർക്ക് പാവപ്പെട്ട ബന്ധുക്കളെ കാണുമ്പോൾ കണ്ണിലൊരു മഞ്ഞളിപ്പ്. അതുപോലെ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് നാട്ടുംപുറത്തുകാരെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത. എന്താണ് ഇതിന്റെ ഹേതു? എന്താണ്? എന്തെങ്കിലും ഒരു ഹേതു ഭഗവാൻ കണ്ടിട്ടുണ്ടായിരിക്കും സൂനേട്ടാ. ഇക്കണ്ട അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിച്ച ദൈവേ താരില്ലാതെ ഒരു കാര്യം ചെയ്യൂ. ഏതായാലും ചേട്ടത്തേക്ക് മാക്സിമം നാണക്കേട് ഉണ്ടാക്കി കൊടുത്തിട്ടേ ആ അമ്മാവ ഇവിടുന്ന് പോകും. അപ്പോ ഞാൻ എന്നായി ഇറങ്ങുക. ഓഡിറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓഫീസിലെത്തണം. ശരി എടുക്ക്. ലീലാവതിയെ, ഇത്തിരി പഴങ്കഞ്ഞി വെള്ളം എടുക്ക്. ഞാൻ പറഞ്ഞില്ലേ അമ്മാവൻ. സത്യമായിട്ടും കേട്ടോ ലീലാവതി, വർഷങ്ങൾക്ക് ശേഷമാ പഴങ്കഞ്ഞി എന്നൊരു വാക്ക് ഞാൻ കേൾക്കുന്നേ. അത് കേട്ടപ്പോ തന്നെ ഉള്ളൊന്ന് തണുത്തു. ഈ വാക്ക് മലയാളത്തിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോയോ എന്ന് വിചാരിക്കുന്നവളാ ഞാൻ. സത്യം പറഞ്ഞ ഞാൻ പഴിഞ്ഞു വെള്ളം എന്നാ പറഞ്ഞിരുന്നു. ഈ പഴങ്കഞ്ഞി എന്ന് പറയുമ്പോ അതിലൊരു ഏച്ച് കെട്ട് തോന്നിച്ചിരുന്നു. നേരാ, ചില വാക്കുകൾ പ്രാദേശിക രീതിയിൽ തന്നെ പറയണം. അതിരിക്കട്ടെ, ആളിനെ മനസ്സിലായില്ല. അയ്യോ, എന്റെ MD ആയിരുന്നു അമ്മാവാ, മറിയ. ഉള്ളത് പറയാലോ. ഈ പഴങ്കഞ്ഞി പോലെ തന്നെ മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാ ചട്ടയമുണ്ടും. ഇത് കാണുമ്പോ മനസ്സിനൊരു സന്തോഷം. അമ്മാവനും ചേട്ടത്തെ പോലെ തന്നെയാ, വെറുതെ ഇരിക്കില്ല, പറമ്പിലങ്ങ് വെട്ടും കിളയൊക്കെയാ. ഞാൻ കിളയ്ക്കുന്നതല്ല, പറമ്പ് എന്നെ കൊണ്ട് കിളപ്പിക്കുന്നതാ.
ഏതായാലും കുടുംബസമേതം വീട്ടിലോട്ടൊന്ന് വരണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കറിയാച്ചായനൊരു കൂട്ടായല്ലോ. ശരി ശരി ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വേഗം ചെല്ല്. വണ്ടി എറാ. ആ ആ, രാജാ. ആ വല്ലാത്ത ക്ഷീണം. ലീലാവതിയെ പഴങ്കഞ്ഞിയുള്ള എടുക്ക്. എന്താ അവിടെ? ഒന്നുമില്ല, ഇതാ പറഞ്ഞു വന്നു. അപ്പൂപ്പ ഞാൻ പറയുമ്പോ അപ്പൂപ്പന് ദേഷ്യം തോന്നരുത്. നീ പറയുന്നതിൽ എനിക്ക് ദേഷ്യമില്ല, പക്ഷെ ഈ അപ്പൂപ്പ അപ്പൂപ്പ എന്നുള്ള വിളിയുണ്ടല്ലോ, അത് കേൾക്കുമ്പോ ലേശം ദേഷ്യമുണ്ട്. ആ നീ കാര്യം പറ. അപ്പുറത്തൊരു അപ്പൂപ്പൻ വന്നല്ലോ, ഗോപിനാഥൻ അപ്പൂപ്പൻ. ഹും, അയ്യേ ആ കപ്പക്കാച്ചിൽ അപ്പൂപ്പനോ? ആ ആ അപ്പൂപ്പനെ കണ്ട് പഠിക്കാത്ത എന്താ അപ്പൂപ്പ? ഛേ, യ്യയ്യയ്യേ, ഞാൻ ആ ടൈപ്പല്ല. എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് വിട്ട് താഴാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിന് ഈ പ്രേംശങ്കറിനെ കിട്ടത്തില്ലടാ. ഈ പേര് തന്നെ പ്രശ്ന. പ്രഭാകരൻ, ആ പേരിന് അപ്പൂപ്പൻ പ്രേംശങ്കർ എന്നാക്കി. ഓഹോ, ഡേ ഡേ ഡേ, ഡേ കൊച്ചനെ, ഡേ നോക്ക്, നമുക്ക് ആകെപ്പാടെ ഒരൊറ്റ ജീവിതമുള്ളു. ആ ജീവിതം അങ്ങോട്ട് അടിച്ചു പൊളിച്ചിട്ട് സുഖമായിട്ട് അങ്ങോട്ട് മരിക്കണോടാ. ആ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്ത ശേഷം മരിക്കണം. അങ്ങനെ വിചാരിക്കുന്നതല്ലേ അപ്പൂപ്പ ഒന്നുകൂടി നല്ലത്. ഓഹോ, ഉപദേശിക്കല്ലേ, ഈ അമ്മാമനെ ഉപദേശിക്കല്ലേ എന്ന്. ആ ആ, അല്ലേ അവന്റെ ഒരു ഉപദേശം. ആ കുഞ്ഞെ, ഞാനൊരു കാര്യം പറയാം. എന്തല്ലേ ചേച്ചി? ആ അമ്മാവേ ചുമ്മാ വഴിയെ പോണവരും വരണവരൊക്കെ വർത്താനം പറയും. അതിനെന്താ ചേച്ചി? സമ്മതിക്കരുത് കുഞ്ഞെ, സമ്മതിക്കരുത്. ഇത് ചില ആൾക്കാരുടെ ശീലമാണ്. നമ്മളെ കെയർ ഓഫ് വന്നിട്ട് നമ്മളെക്കാൾ വലിയ പരിചയം കാണിക്കും. സമ്മതിക്കരുത്. അമ്മാവൻ നമ്മുടെ വില കളയല്ലോ ചേച്ചി. ചേട്ടത്തി, ഞാൻ ഒരു കാര്യം പറയാം. ഇത് മോശമാണ്, മഹാമോശം. കാര്യം അമ്മാവനൊക്കെ ശരി തന്നെ, പക്ഷേ ഇങ്ങനെയുള്ളവരെ അധിക ദിവസം വീട്ടിൽ നിർത്തിക്കൊണ്ടിരിക്കാൻ പാടില്ല. ഇമേജ് പോകുമെന്ന്. നീ പറയുന്നത് നേരാ. ചേട്ടത്തി, ഇത് സിറ്റിയാണ്, സിറ്റി. ദേ അപ്പുറത്തെ വിശ്വാസ് സാർ പോലും സിറ്റിയുടെ രീതികൾ അനുസരിച്ച് മാറിക്കഴിഞ്ഞു. ദേ ചേട്ടത്തിയുടെ ഈ നാടൻ അമ്മാവൻ കാരണം ഉണ്ടല്ലോ, ഇമേജ് മൊത്തം ഇടിഞ്ഞു പോവും. ഇത് മോശമാണ്, മഹാമോശം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? ഓടിക്കണം, തുരത്തണം. ചീപ്പ് രീതിയിലാണ് അമ്മാവൻ നാട്ടുകാരോടൊക്കെ ഇടപെടുന്നത്. ശത്രുവാണെങ്കിലും അപ്പുറത്ത് സഹിച്ചേച്ചിയുടെ അടുത്ത് വെറും തറ രീതിയിലാണ് അമ്മ ഉടക്കിയത്. അതുപോലെ വാഴക്കന്ന്, തെങ്ങുണ്ടായി, ഇതുപോലെയുള്ള കൃഷി രീതികളൊക്കെ ആയിട്ട് മൊത്തം ഒരു അലുകുലത്ത് രീതിയായിപ്പോയി. എന്തായി? അലുകുലത്തായി, അൽഗുൽ. ഈ ഷത്തൊന്നും ഇടാതെ നടക്കുക, കാറ്റ് കിട്ടാൻ വേണ്ടി വീശറി എടുത്ത് വീശുക. അയ്യേ, സിറ്റി സംസ്കാരമായിട്ട് ഒട്ടും മാച്ച് ചെയ്യുന്നില്ല. ശരിയാ, ഇതൊക്കെ എനിക്കും തോന്നിയതാ. പിന്നെ ഊണ് കഴിഞ്ഞിട്ടുള്ള ആ ഏമ്പൊക്കെ സിറ്റിക്ക് മാച്ച് ചെയ്യുന്നതല്ല അതൊന്നും. സിറ്റിയിൽ ജീവിക്കുമ്പോ ഉണ്ടല്ലോ മൊത്തം ഒരു സിറ്റി കൾച്ചർ വേണം. അല്ലെങ്കിൽ അമ്മാവൻ പാൻറ്റൊക്കെ എടുത്ത് ഒരു ജീൻസും ടീഷർട്ടും ഒക്കെ എടുത്ത് ഒരു പ്രശ്നമില്ല. അമ്മാവനോട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ? പിന്നെ അല്ലാതെ കണ്ടേ, അപ്പുറത്ത് അമ്മാവനെ കണ്ടില്ലേ, മുണ്ടാണ് ഉടുക്കുന്നതെങ്കിലും ടീഷർട്ട് ഇടുന്നു. മാത്രമല്ല കൃഷിപ്പണിയൊന്നും ചെയ്യുന്നുമില്ല. അത് തന്നെ ഒരു അന്തസ്സല്ലേ, ഒരു അഭിമാനം. നേരാ, എപ്പോഴും ചേനയും കാച്ചിലെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് നമുക്കൊരു ക്ഷീണ. ലീലാവതിയെ, ദേ നല്ല ഒന്നാം തരം കപ്പയാ. അമ്മാവാ, എന്താ മോളെ, വേണോ കപ്പ? മുറിച്ച് വേവിക്കാൻ ബെസ്റ്റാ. അല്പ കാന്താരി മുളകും കട്ടൻ ചായയും കൂടിയായ അസല. അതൊന്ന് ശീലിച്ചാലേ. അയ്യോ, ഞങ്ങളുടെ ബ്രെഡ് ബട്ടർ ജാമൊക്കെയാണ് അമ്മാവ കഴിക്കുന്നത്. കപ്പാന്ന് കേട്ടാലേ ഞങ്ങൾക്ക് ഛർദില് വരും. ചുമ്മാ ഇരിക്കാം. അമ്മാവൻ എന്തിനാ കളിയാക്കുന്നേ? ഓരോരുത്തരുടെ ശീലം. നമ്മളെ പോലെ ഇപ്പൊ എല്ലാരും റിച്ച് ആയിട്ട് പെരുമാറാൻ പറ്റുമോ? ഇതേ അമ്മാവൻ വെറുതെ ഷോക്കി കൊണ്ടുവന്നതാ അല്ലേ? ഇവിടെ ഞങ്ങള് ബ്രെഡും ബട്ടറും ജാമും ഒക്കെ തന്നെ കഴിക്കുന്നത്. അത് ഇന്നലെ വരെ. ഇന്നു മുതൽ നമ്മൾ നാടൻ വിഭവങ്ങളെ കഴിക്കുള്ളൂ, മനസ്സിലായോ? നാണം കെടുത്തല്ലേന്നോ? കപ്പ കഴിക്കുന്നത് എങ്ങനെ നാണക്കേടാവും? ഞങ്ങളുടെ ഫാമിലി കൃഷി എന്ന് കേൾക്കുന്നതേ അലർജി. ഓ, അത് ശരി, അങ്ങനെ. മനുഷ്യരെ മൃഗങ്ങളെ പോലെ അല്ല സസ്യങ്ങൾ. മണ്ണിന് മുകളിൽ നിന്ന് അഭ്യാസം കാണിക്കുന്നവരല്ല. വേര് മണ്ണിന്റെ അകത്തേക്ക് പായിച്ച് മണ്ണിലെ വായുവും വെള്ളവും കൊണ്ട് വളരുന്നവരാ. മണ്ണിനെ സ്നേഹിക്കുന്നവരാ.
എന്നാ പിന്നെ കുറച്ച് മണ്ണൂടെ വാര്യം കൊണ്ടുകൂടായോ? അതിന് പ്രത്യേകിച്ച് ഉണ്ണേണ്ട കാര്യമില്ല. ആവശ്യത്തിൽ അധികം തലയ്ക്കകത്തുണ്ടല്ലോ. വരണം വാ. പാവം. വാ നമുക്ക് പോ. നല്ല 916 അമ്മാവൻ. ഇങ്ങോട്ട് പോ. അമ്മാവനെന്ത് പണിയാ കാണിച്ചേ? ആ എന്താ മോളെ? അമ്മാവ സിറ്റിയാ സിറ്റി. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ കപ്പയും കാച്ചിലൊന്നും ശീലമില്ല. ആയിക്കോട്ടെ, ഇനി അങ്ങ് ശീലിച്ചാ മതി. പറയുമ്പോ വിഷമം തോന്നരുത്. നമ്മളൊരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോ അവിടുത്തെ രീതികൾക്കൊത്ത് മാറണം. എന്ന് വെച്ചാ ഓന്താകണം അല്ലേ? അപ്പോഴപ്പോഴുള്ള അവസരത്തിനൊത്ത് ഒരു നിറം മാറ്റം അല്ലേ? എന്റെ മോളെ, പിറന്ന നാട്, പറഞ്ഞ ഭാഷ, പഠിച്ച സ്കൂള്, ഇതൊന്നും അവസരത്തിനൊത്ത് മാറ്റാൻ പറ്റില്ല, മാറ്റാൻ പാടില്ല. മാറ്റമാകാം, അത് നല്ലതിനു വേണ്ടിയാണെങ്കിൽ, നേട്ടത്തിനു വേണ്ടിയാണെങ്കിൽ. നമ്മുടെ ഈ നാടൻ കപ്പ കഴിക്കുന്നതിൽ നിന്നും എന്ത് നേട്ടമാണ് അത് കഴിക്കാതിരിക്കുമ്പോ കിട്ടുന്നത്? അതൊന്നും അമ്മാവൻ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലാകും മോളെ. ഓ ഹായ്, എന്ത് നല്ല കപ്പ. ഹായ്, എന്താ രുചി. എന്താ മക്കളെ ഇത്? കപ്പ. അപ്പുറത്ത് അപ്പൂപ്പൻ തന്നതാ. അയ്യേ, എന്തിനാ അത് വാങ്ങിക്കാൻ പോയേ? മനഃപൂർവ്വം വാങ്ങിയതല്ല, വേണ്ടാന്ന് പറയാൻ തുടങ്ങിയതാ. പാത്രത്തിൽ നോക്കിയപ്പോ വാക്കുകൾ വായിൽ വന്നില്ല, അറിയാതെ വാങ്ങിപ്പോയി. നാക്കിൽ വെച്ചപ്പോ തിരികെ കൊടുക്കാനും തോന്നിയില്ല. എന്നാലും കുഞ്ഞെ, നിനക്കൊരു നാണമൊക്കെ വേണ്ടേ? ദാ ആന്റി ഇതൊന്ന് കഴിച്ചു നോക്ക്. അയ്യേ, എനിക്കങ്ങും വേണ്ട ഒരു കപ്പ. വേണ്ടെങ്കി വേണ്ട. ദാ ഇപ്പൊ തീരും, വേണമെങ്കിൽ ക്യാച്ചെടുത്തോ. എനിക്കൊരു വായേ ഉള്ളൂ. അതെ, എനിക്കും ഒരു വായേ ഉള്ളൂ. പിന്നെ ഓമനക്കുട്ടന്റെ സന്തോഷത്തിന് വേണ്ടി. വലിയ കുഴപ്പമില്ല കേട്ടോ. അച്ഛേ, അവളെന്ത് വിചാരിക്കും? അയ്യേ, എനിക്ക് വേണ്ട കപ്പയൊന്നും. അയ്യോ, ഈ രുചി എവിടെയോ അനുഭവിച്ച് മറന്ന പോലെ. ആ, മകൾക്കും തരാം മക്കളെ. തരാ, അഡ്ജസ്റ്റ് ചെയ്ത് തിന്നാ മക്കളെ. അയ്യോ, എനിക്ക് അമ്മ നെഞ്ചി കയറി കാണും. നെഞ്ചി കയറും അമ്മ, നോക്കി. അയ്യോ, എന്താ ഇത്? അയ്യോ, പച്ചമുളകാ, നെഞ്ചി കത്തും. ഓ അയ്യോ, അയ്യോ, ആ മുളകെല്ലാം കൂടെ വാരി തിന്ന്. അളിയ, ദേ അമ്മ നമ്മളെ നാറ്റിച്ചോണ്ടിരിക്കുകയാണ്. എന്താ? അമ്മാവന്റെ നാടൻ രീതികള് അത് ചീത്ത പേരിലേ കൊണ്ടെത്തിക്കുള്ളൂ. നേരെ നേരട്ടാ, എല്ലാത്തിനും ഇങ്ങനെ നാടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുടെ ന്യൂസൻസ് ആവുക. ഓടിക്കണോ? ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഓടിക്കാൻ ഞാൻ കാലനാണ്. ഓടിക്കുകയും ചാടിക്കുകയും ഒന്നും വേണ്ട. നാട്ടിൻപുറത്ത് അദ്ദേഹം ജീവിച്ച ചുറ്റുപാട്, അതിന്റെ രീതികളാ. ഇതിപ്പോ നാട്ടിൻപുറം അല്ലല്ലോ, സിറ്റി അല്ലേ? വരട്ടെ. അമ്മാവനെ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ, ഇതുവരെ തിരികെ വന്നിട്ടില്ല. എവിടെ പോയതാണെന്ന് ഒരു ഐഡിയ ഇല്ലേ? പുറത്തൊന്നും നടക്കാനും കാറ്റുകൊള്ളാനും പോയെന്ന് ആദ്യം കരുതിയേ, പക്ഷേ ആളിതുവരെ എത്തിയിട്ടില്ല.